അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ലളിതാ സഹസ്രനാമ പാഠത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സസന്തോഷം സ്വാഗതം. ഇന്ന് ചിദഗ്നികുണ്ഡ സംഭൂത എന്ന 4ാമത്തെ നാമമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ചിത് കേവലം ബ്രഹ്മ തദേവ അഗ്നികുണ്ഡം അവിദ്യാലക്ഷണതമോവിരോധിത്വാത്. അവിദ്യാലക്ഷണമാകുന്ന തമസ്സിന് വിരോധിയായതിനാൽ അഗ്നി ജ്ഞാനം നൽകുന്ന അന്ധകാര വിപരീതമായിട്ട് വർത്തിക്കുന്ന ജ്ഞാനം തന്നെയാണ് എന്ന് ഇവിടെ അർത്ഥം. അപ്പോൾ ചിത് ജ്ഞാനേ എന്നും ഒരു അർത്ഥം പറയാറുണ്ട്. ചിത് ശബ്ദത്തിന് ജ്ഞാനം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അവിടെ ചിദഗ്നികുണ്ഡ സംഭൂത, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായവൾ, ജ്ഞാനാഗ്നിയിൽ നിന്നാണ് ദേവി സംഭവിക്കുന്നത്. വിജ്ഞാനമാകുന്ന ആ അഗ്നികുണ്ഡത്തിൽ നിന്നാണ് ദേവി ഭവിക്കുന്നത്, ഭവിക്കുക, ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ചിദഗ്നികുണ്ഡ സംഭൂത എന്ന നാമം കൊണ്ട് ചിത്താകുന്ന ആ അഗ്നി, പ്രകാശിക്കുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സമുദ്ഭൂതയായവൾ എന്ന് അർത്ഥം. അപ്പോൾ ചിദഗ്നികുണ്ഡ സംഭൂത ഇവിടെ അന്തർനിരന്തര നിരിന്ധനമേധമാനേ മോഹ അന്ധകാര പരിപന്ധിനി സംവിദഗ്നൗ എന്ന് ശക്തി സൂത്രത്തിൽ നിന്നും ഭാസ്കരരായർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്തഃ ഉള്ളിൽ, നിരന്തര നിരിന്ധനം, നിരന്തരം ഒരിക്കലും മുറിപ്പെടാതെ, ഒരിന്ധനവുമില്ലാതെ, ഏതെങ്കിലും ഒരു ഇന്ധനമുണ്ടായതുകൊണ്ട് നമ്മുടെ അക്ഷങ്ങളെ കൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇന്ധനം ഇങ്ങനെ സാപ്പാടടിക്കുന്നത് കൊണ്ടല്ല ഈ ചിത്താകുന്ന ഞാൻ എന്ന ബോധമാകുന്ന അഗ്നി അവിടെ പ്രകാശിക്കുന്നത്. അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അത് സ്വരാട്ടാണ്. ശ്രീമാത എന്ന ആദ്യനാമത്തിൽ തന്നെ ഈ സംഗതി വർണ്ണിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് മാതാവും ശിശുവും ഒരിക്കലും രണ്ടാവുന്നത് കേവലം ഉപാധികളെ കൊണ്ടാണ്. മാതാവിൽ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജനനം സംഭവിക്കുന്നത്. മാതാവ് അശിക്കുന്നത് തന്നെയാണ് ശിശുവും ഗർഭകാലത്ത് അശിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഉപാധിയെക്കൊണ്ട്, പ്രസൂതിമാരുതൻ്റെ സഹായം കൊണ്ട് രണ്ടാക്കപ്പെട്ടാലും ഒരിക്കലും മുറിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അമ്മയുമായി ചേർന്നിരിക്കുന്നതാണ് ശിശു. അപ്പോൾ തൻ്റെ തന്നെ ആത്മാവൈ പുത്ര ഉത്പന്ന ഇത് വേദാനുശാസനം, താൻ തന്നെയാണ് അവിടെ പുത്രനായിട്ട് തന്നെ തന്നെയാണ് അവിടെ കാണേണ്ടത്. അതിപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഒരു അഭിന്ന ഭാവം ഈ ശിശുവിലും മാതാവിലും നിലനിൽക്കുന്നുണ്ട്. അത് രണ്ടല്ല, ആ രണ്ടാണ് എന്ന് ഉപാധിയെക്കൊണ്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഒരു അഗ്നിജ്വാല ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു തിരി കൊളുത്തിയാൽ ഈ അഗ്നിയുടെ സമാനമായ മറ്റൊരു ജ്വാല തന്നെയാണ് അവിടെയും പ്രകാശിക്കുന്നത്. ഇതിന് സമാനമായ രൂപവും ശീലവും ഗുണങ്ങളും ഒക്കെ അതിനുമുണ്ട്. അപ്പോൾ അതുപോലെ രണ്ട് എന്ന ഉപാധിയെക്കൊണ്ട് പറയാൻ മാത്രം സാധിക്കുന്നതാണ് ഈ വ്യവഹാരത്തിൽ നാം പലതായിട്ട് കാണുന്നതൊക്കെ. യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയുള്ളൂ. ആ കേവലമായ ആത്മസ്വരൂപത്തെയാണ് ഇവിടെ അന്തഃ നിരന്തര നിരിന്ധനം ഏധമാനേ
മോഹ അന്ധകാര പരിപന്ധിനി സംവിദഗ്നവും, സംവിത്താകുന്ന, സംവിത്ത് ജ്ഞാനം. അപ്പോൾ ഇവിടെ മോഹം കൊണ്ട്, അജ്ഞാനം കൊണ്ട് വന്നുപെട്ടിരിക്കുന്ന അന്ധകാരം. മോഹം എന്ന വാക്കിന് ആഗ്രഹം എന്നല്ല അർത്ഥം, ബോധരാഹിത്യം. മോഹം ബോധല്യാണ്ടേവ്. അപ്പോൾ ആ ബോധല്യായ കൊണ്ട്, അജ്ഞാനം കൊണ്ട് വന്നുപെട്ടിരിക്കുന്ന ആ അന്ധകാരത്തിന് പരിപന്ധിയായിട്ട് വർത്തിക്കുന്ന വിജ്ഞാനത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി. അതാണ് ചിദഗ്നികുണ്ഡ സംഭൂത എന്ന നാമം കൊണ്ടവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിദഗ്നിരവരോധപദേ ഛന്നോപി ചിന്മാത്രയാമേധനം പുഷ്യതീതി തദ്ഭാഷ്യഞ്ച ചിതിരേവ വിശ്വഗ്രസനശീലനത്വാത് അഗ്നിരിതി. അപ്പോൾ ഇവിടെ വിശ്വത്തെ ഗ്രസിക്കുന്ന ശീലം, വിശ്വത്തെ മുഴുവനും ഗ്രസിക്കാൻ കഴിവുണ്ട് അഗ്നിക്ക്. അത് രണ്ട് തരത്തിലും പറയാം. എങ്ങും നിറഞ്ഞിരിക്കുന്നു, വിശ്വമൊക്കെ തന്നിലിരിക്കുന്നു എന്നതിനാൽ വിശ്വത്തെ ഗ്രസിക്കുന്ന സ്വഭാവത്തോടു കൂടിയത് എന്ന് ഒരു അർത്ഥം പറയാം. ഇനി സാമാന്യേന അഗ്നിയുടെ സ്വഭാവം എന്താ? ദാഹകത്വമാണ്. എന്തിനേയും അത് സ്വയം ഗ്രസിച്ച് കളയും. അപ്പം അങ്ങനെ വിശ്വത്തെ ഗ്രസിക്കുന്ന സ്വഭാവത്തോടു കൂടിയിരിക്കുന്നതിനാൽ ഈ ആ ഗ്രസിക്കുന്ന സ്വഭാവം സൂചിപ്പിക്കാൻ അഗ്നി എന്ന് പറയാം. അപ്പം ചിദഗ്നികുണ്ഡ സംഭൂത എന്നതിന് അങ്ങനെയും ഒരർത്ഥം ഇവിടെ വരുന്നു. ഇനി ലളിതോപാഖ്യാനത്തിലൊക്കെയുള്ള ഭണ്ഡാസുരൻ്റെ കഥ. അവിടെ ഈ ഭണ്ഡൻ എന്നുള്ള അസുരനോട് യുദ്ധം ചെയ്ത് ദേവന്മാരൊക്കെ തോറ്റു. അവരെല്ലാവരും 1 യോജന വിസ്താരമുള്ള വലിയൊരു ഹോമകുണ്ഡം നിർമ്മിച്ച് വിധിപ്രകാരം ദേവന്മാരൊക്കെ അവരവരുടെ മാംസം മുറിച്ച് അതിലേക്ക് ഹോമിക്കാൻ തുടങ്ങി. അവസാനം ഹോതുമിച്ഛത്സു സർവേഷു കളേബരമശേഷത, അവരവരുടെ അശേഷ കളേബരം ശരീരം മുഴുവനും വെട്ടി ഹോമിക്കുക എന്ന് തീർച്ചയാക്കി, എന്നാലേ ദേവി അനുഗ്രഹിക്കുള്ളൂ എന്ന് തീർച്ചയാക്കി. അങ്ങനെ അശേഷ കളേബരത്തെയും ദഹിപ്പിക്കാനായിട്ട് അവർ തീർച്ചയാക്കിയത് എപ്പോഴാണോ, ഇതിനൊക്കെ മറ്റ് പല അർത്ഥങ്ങളുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോണില്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാനുള്ളൊരർത്ഥം എന്ന് വിചാരിച്ചാൽ മതി. ആ സമയത്ത് തൻ്റെ കളേബരത്തെ അശേഷമായും ദഹിപ്പിക്കാൻ തീർച്ചയാക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ദേവിയുടെ ആവിർഭാവം. പ്രാദുർബഭൂവ പരമം തേജഃപുഞ്ജം അനോപമം തന്മധ്യത സമുദഭൂചക്രാകാരം അനോപമം തന്മധ്യതോ മഹാദേവീം ഉദയാർക്കസമപ്രഭാം ജഗദുജ്ജീവനാകാരാം ബ്രഹ്മവിഷ്ണു ശിവാത്മികം, അങ്ങനെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞ് താം വിലോക്യ മഹാദേവീം ദേവാ സർവേ സവാസവാഹ പ്രണേമു മുദിതാത്മാനഃ ഭൂയോ ഭൂയോ അഖിലാത്മികാം, അഖിലാത്മികയായിരിക്കുന്ന ആ ദേവിയെ വാസവാദികളാകുന്ന സകല ദേവന്മാരും വീണ്ടും വീണ്ടും നമസ്കരിച്ച് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് ലളിതോപാഖ്യാനത്തിൽ ആ ഭണ്ഡാസുരവധോദ്യുക്തയായിട്ടുള്ള ദേവി അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനാൽ ഇവിടെ ചിദഗ്നികുണ്ഡ സംഭൂത എന്ന് നാമം പറയാം. പിന്നെ രേണുകാപുരാണത്തിൽ രേണു എന്ന പേരായിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിലുള്ള ഒരാൾ ദേവിയെ ഉദ്ദേശിച്ച് യാഗം ചെയ്ത് ദേവി അഗ്നികുണ്ഡത്തിൽ നിന്ന് സമുദ്ഭൂതയായി എന്നവിടെ പറയുന്നുണ്ട്. ഏതസ്മിന്നന്തരേ യജ്ഞേ വഹ്നികുണ്ഡാച്ഛനൈർദ്വിജാഃ ദിവ്യരൂപാന്വിതാ നാരീ ദിവ്യാഭരണഭൂഷിതേതി ആരഭ്യ വഹ്നേഃ ശീതാംശുബിംബാഭാ സഹസാ നിർഗതാ ബഹി ഏകൈവ തു ജഗദ്ധാത്രി ദ്വിതീയാ നാസ്തി കാചന എന്നിങ്ങനെ
രേണുകാപുരാണം എന്നൊരു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും ഭാസ്കരരായരിവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിദഗ്നികുണ്ഡ സംഭൂത എന്നതിനാൽ ഇങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം പറയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ BC ബാലകൃഷ്ണൻ അവരുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഗീതയിൽ നിന്നും ഒരു കൊട്ടേഷൻ, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന, എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു ജ്ഞാനമാകുന്ന അഗ്നി. അപ്പോൾ ആ ഗ്രസിക്കുന്ന സ്വഭാവം, ബ്രഹ്മം വിശ്വത്തെ മുഴുവനും ഗ്രസിക്കുന്ന സ്വഭാവത്താൽ അഗ്നിക്ക് സമാനമായി, അല്ലെങ്കിൽ അഗ്നി എന്ന ഒരു ബിംബത്താൽ പ്രതിനിധീകരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ആ സ്വഭാവം കൊണ്ട് എല്ലാറ്റിനെയും ഗ്രസിക്കുന്നവൾ എന്നർത്ഥവും ചിദഗ്നികുണ്ഡ സംഭൂത. അപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്ന് ആയിരിക്കുന്ന അഗ്നിയുടെ സ്വഭാവത്താൽ ദേവിക്ക് ചിദഗ്നികുണ്ഡ സംഭൂത എന്നൊരു പേര്. ഇതൊക്കെയാണ് ഈ നാമത്തെക്കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുള്ളത്. അടുത്ത നാമം അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം.